അപ്പൊ നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്ക് പോകാൻ പോവാ. ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്ക് പോകാൻ പോയാണ്. നല്ല മഴയും കാലാവസ്ഥയൊക്കെയാണ്. നമ്മുടെ ബൂസ്റ്റർ ബ്ലൂംസും കൂടെ ഉണ്ട്, പിന്നെ നമ്മുടെ കസിൻ ചേച്ചിയുണ്ട്. അപ്പൊ നല്ല മഴയത്ത് നല്ല മഞ്ഞൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ഭയം പറഞ്ഞ് നമ്മളിവിടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ്സും കിട്ടി. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്ററിലേക്കാണ് പോണത്. കാരണം അവിടെ നിന്നാണ് പൊന്മുടിയിലേക്ക് ഡയറക്റ്റ് ബസ്സുള്ളത്. ഈസ്റ്റോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ട്രിവാൻഡ്രം സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നവും കാര്യങ്ങളും മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ നിൽക്കണ ഇത്രയും പേരും പൊന്മുടിയിലേക്കാണ് പോണേന്ന് ആദ്യം ഒന്നും അറിഞ്ഞുകൂടെയായിരുന്നു. അവസാനം ബസ് വന്നപ്പോഴാണ് ഇതേപോലെ നിന്ന് വരെ പൊന്മുടിയിൽ പോവേണ്ടി വരും എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയത്. വീഡിയോ എടുക്കാൻ പോലും അതിൽ നിന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തിരക്കാണ്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നോർമലി നല്ല തിരക്കും കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ ഇങ്ങനെ കുത്തി നെരിച്ചുകൊണ്ട് പോകണത് ഭയങ്കര ഒരു അലമ്പ് പരിപാടിയാണ്. അടുത്ത നെടുമങ്ങാടിയിൽ നിന്നും അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. ബസ്സിന്റെ ഹെവി ലോഡ് കാരണം ഫുള്ളായിട്ട് ഒരു സൈഡ് ചരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആളിറങ്ങിയപ്പോഴാണ് നൂന്നത്. പക്ഷെ ഞാനാണ് ഈ വണ്ടി ഓടിച്ചെങ്കിൽ ഈ പ്രശ്നമൊന്നും വരൂലെന്ന് പറയുകയാണ് നമ്മുടെ ബൂസ്റ്റർ ബ്ലൂംസ്. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല കാർമേഘമൊക്കെ ഇട്ടിട്ട് പെട്ടുപോകുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ അടുത്ത ബസ് വന്ന് ഉടൻ തന്നെ നമ്മളെ പിക്കപ്പ് ചെയ്ത്. പക്ഷെ വീണ്ടും അവര് ആളെയൊക്കെ വീണ്ടും കുത്തി ഇഴച്ച് കയറ്റിയാണ്. ആ ടിപ്പോയിൽ വീണ്ടും കയറ്റി. അങ്ങനെ അവസ്ഥയിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊന്മുടിയിലേക്കുള്ള എൻട്രിയിലോട്ട് പോവുകയാണ്. കാടും എല്ലാം കണ്ടൊക്കെ തുടങ്ങി. പിന്നെ ഗൈസ്, ഈ വീഡിയോയില് നല്ല അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ കാണും. എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു വീഡിയോ എനിക്ക് തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ഇരുന്നിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും എനിക്കില്ല. അത്രയും ക്യാപ്പബിലിറ്റിയും അത്രയും എക്സ്ട്രോവേർട്ടൊന്നും അല്ല ഞാൻ. അപ്പൊ അത്യാവശ്യം ക്യാപ്ചർ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കണം. അത്യാവശ്യം വീഡിയോ ക്യാപ്ചർ മാത്രമാണ് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പം സൗണ്ടും ഇല്ല. ഇത്രയും ആൾക്കാരും നിൽക്കുമ്പം എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. പോകെ എന്തായാലും അടിപൊളി വീഡിയോസ് എന്തായാലും വരും. ഞാൻ കുറെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തിരക്കിൽ നിന്ന് എന്തായാലും നമുക്ക് വീഡിയോ എടുത്ത് സംസാരിക്കാൻ പറ്റും. എത്ര ഒക്കെ നമ്മൾ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ഈ ഡബ്ബിങ്ങിൽ ഒരു പെർഫെക്ഷൻ കിട്ടൂല. പിന്നെ കഴിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോ മുന്നോട്ട് പോവാം. അത്യാവശ്യം നല്ലൊരു മിസ്റ്റ് കണ്ട ഇവിടെയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. നിങ്ങൾ എന്തായാലും വിട്ടോ, കത്തിച്ച് ഇപ്പൊ തന്നെ ഒറ്റ മൈൻഡിൽ. ഇപ്പം രാത്രിയാണ് കാണണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എന്നെ ഫ്രണ്ടിനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് പറയാ, അച്ഛ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ലൈനോ ആരോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ മൈൻഡിൽ നിങ്ങൾ ഇങ്ങനെ കത്തിച്ചു ആയോ. അത്യാവശ്യം മഴ ഉണ്ടെങ്കിൽ മാക്സിമം കിടിലമായിരിക്കും. മഴയുള്ള ടൈമാണ് ഇപ്പം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പൊന്മുടി വിട്ടോ. അത്യാവശ്യം നിങ്ങൾ പ്രതീക്ഷിക്കണല്ല അതിനെ കാട്ടി ഒരു എക്സ്പെക്ടേഷനിൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും. എന്തായാലും മിസ് ഔട്ട് ആക്കണ്ട. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ മസ്റ്റ് കം. എവിടെ ഉള്ളവരായാലും എങ്ങനെയെങ്കിലും ട്രെയിൻ കയറി എങ്ങനെയെങ്കിലും വന്ന് ഈ ഭംഗിയായിട്ടുള്ള ഈ പൊന്മുടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം പീസ്ഫുൾ എല്ലാം അതിമനോഹരമായ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ മിസ് ഔട്ട് ആക്കേണ്ട ആരും. ദീപം
ഫുഡ് കഴിക്കാനായിട്ട് ഉദയ റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല. കാരണം എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. ചോറും നല്ല മുട്ട പൊരിച്ചതും അങ്ങനത്തെ കറികളെല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസും ബ്യൂട്ടിയൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെയായിരുന്നു സംസാരിച്ചൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അത്യാവശ്യം നല്ല ഫോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബസ് എടുത്ത് നമ്മൾ നേരെ പൊന്മുടിയിലേക്കാണ് പോയത്. അത്യാവശ്യം പോണ വഴിയിലെല്ലാം നല്ല നല്ല ഫോഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫോഗാണ്. അവിടെ വെച്ച് വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ തിരക്ക് പറയണ്ടല്ലോ ഗൈസ്, എൻ്റെ പൊന്നോ, ഇതെല്ലാം KSRTC തിരിച്ച് വളഞ്ഞ് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അപ്പൊ തിരിച്ചു കയറിയപ്പോ തന്നെ ഫുൾ ലോഡ് നെരുങ്ങി കുത്തിയാണ് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. സോ ഇനി നമ്മൾ അടുത്ത എക്സ്പ്ലോറിംഗ് ആണ്. ഈ ഒരു പ്രതിമയാണ് അവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം. എല്ലാവരും പോയാൽ മിസ് ഔട്ട് ചെയ്യാതെ ഫോട്ടോ എടുക്കണതാണ്. പിന്നെ ഈ പൊന്മുടി എക്കോ ടൂറിസം എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബൂസ്റ്റർ റൂംസ് ഇവിടെ മഴയത്ത് തണുത്ത് വിറച്ച് കുടയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൊന്മുടിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ബൂസ്റ്റർ റൂംസിന് എന്താണ് പറയാനുള്ള പൊന്മുടിനെ കുറിച്ച്? അടിപൊളി എല്ലാം സെറ്റ് ആയിരുന്നു. ഹുഡി, നല്ല കഴിച്ചു, ഞാൻ ജാക്കറ്റ് ഇട്ടു. നല്ല മഴയുണ്ട് പിന്നെ നല്ലതായിട്ട് മഴയുണ്ട്. പിന്നെ എല്ലാരും ശ്രദ്ധിക്കുക, KSRTCയിൽ വരാതിരിക്കുക. സൺഡേ വീക്കെൻഡിലൊന്നും വരാതിരിക്കുക. വർക്കിംഗ് ഡേയ്സ് ഉള്ളെങ്കിൽ ലീവ് എടുത്ത് വരിക KSRTCയിൽ വരണമെങ്കിൽ. അല്ലെങ്കിൽ ഇല്ല, എക്സ്പീരിയൻസ് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. കുഴപ്പമില്ല. എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് പവറാക്കുക. ഓക്കെ, എന്റെ കോലാരും മൈൻഡ് ചെയ്യില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് എന്റെ അടുത്തേക്കണ ആരെയും കണ്ടുകൂടാ. കുറച്ച് മഞ്ഞ രീതിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്ര മഞ്ഞെന്ന് പറഞ്ഞാൽ സീന് മഞ്ഞെന്ന് പറഞ്ഞാൽ സീന് മഞ്ഞ്. ഒറ്റ മൈൻഡ് കയറി ഗൈസ്. കിട്ടില്ല, നിങ്ങൾക്ക് പുറത്താകെ ഉള്ളെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യം കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഒരു കട്ടനെ കിട്ടും കുറിച്ച് നൈസായിട്ടിരിക്കുക. ഞാൻ വേണം ഇപ്പൊ കാണിച്ചു തരിക. ജസ്റ്റ് നിഴല് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവിടെയൊക്കെ ആരോ ഇപ്പൊ ഉണ്ട്. അങ്ങനെ നിഴല് മാത്രമേ ചെറുതായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അവിടെയൊക്കെ ആളുണ്ട്. നന്നായിട്ടൊന്നും കാണാൻ പറ്റില്ല, ക്യാമറ ഇല്ലായതുകൊണ്ട്. എങ്ങനെയൊക്കെ കിട്ടണമുണ്ട്. വീട്ടിൽ നിന്ന് കട്ട ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഒരു കടയിലും കയറി കുടിക്കേണ്ടി വന്നില്ല. അവിടെ തന്നെ കട്ടനൊക്കെ ഒഴിച്ച് കുടിച്ച് ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അവിടെ കുറെ ബസ്സുകൾ തമ്മിൽ വോക്കൽ കോമ്പറ്റീഷനാണ്. അത് കേട്ടിട്ടുള്ള കുറച്ച് ബൈക്ക് സീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അരി പായോ ആയോ ഗൈസ്. കോടം മഞ്ഞെല്ലാം മാറി ക്ലിയർ വിഷൻ കിട്ടിയിട്ടുണ്ട്. സെറ്റ് ആട്ടാ. നൈസ് വ്യൂ എന്ന് പറഞ്ഞാൽ നൈസ് വ്യൂ. ജനപ്രളയമാണ് എല്ലായിടും കാണുന്നത്. സീൻ വ്യൂ ആണ് കേട്ടോ. അവിടെ ഫുള്ള് പോലീസ് മണ്ണ് ഓട്ടിപ്പിച്ചമാര അവിടെ ഇപ്പോൾ പോലീസ് വന്ന് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വോക്കലടിച്ച് ഇതാക്കിയമാരെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഫുൾ സെറ്റാണ്. ഫൈനലി നമ്മൾ ബസ്സിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. വീണ്ടും നിന്ന് തന്നെയാണ് പോണത്. ബൂസ്റ്റർ റൂംസിൽ കുറച്ച് സീറ്റ് ഇട്ടുണ്ട്, സൈഡിൽ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത് സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്കറിയാം അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല. പക്ഷെ നമ്മൾ വരും വീഡിയോസിലെല്ലാം ശരിയാക്കി നിങ്ങൾക്ക് ഒരു കിടിലം വിഷ്വൽ എല്ലാം അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വീഡിയോ എനിക്ക് തരാൻ പറ്റുമെന്ന് ഇനി ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്ത കുറച്ചും കൂടെ കൊള്ളായിരിക്കും എന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.